നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രാഡേ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജിയുടെ പേര് ഷോർട്ട് സ്ട്രാറ്റജി. അപ്പോൾ ഇത് സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഈ സെല്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കുറച്ച് കൂടുതൽ ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിലും പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഇസ് ഹൈ. നമ്മൾ മാർക്കറ്റിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓപ്ഷൻ ബൈയിങ് ഈസ് ലൈക്ക് എ ഗാംബ്ലിംഗ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എനിക്കതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് സ്ട്രാറ്റജിയിലോട്ട് വരാം. ഷോർട്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ATM കോൾ ഓപ്ഷനും ATM പുട്ട് ഓപ്ഷനും നമ്മൾ രാവിലെ നോക്കുന്നു. ATM കോൾ ഓപ്ഷൻ, ATM പുട്ട് ഓപ്ഷൻ, അതിനെ സെല്ല് ചെയ്യുന്നു. അതാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഏതൊരു സംഭവം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ATM സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു കോൾ ഓപ്ഷനെയും ഒരു പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുന്നു, സിമ്പിളായിട്ട് സെല്ല് ചെയ്യുന്നു. അതിനാണ് ഷോർട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രാറ്റജിയിലോട്ട് വരാം. പോയിന്റ് നമ്പർ 1 ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ 30ക്ക് ശേഷം എൻ്റർ ചെയ്യുന്നു, 2:30ക്ക് ബിഫോർ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ 9:30 വരെ മാർക്കറ്റിൽ പിന്നെ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ 2:30ക്ക് ശേഷവും വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ വോളറ്റാലിറ്റി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ. സെക്കൻഡ്, നമ്മളിപ്പോൾ 9:30ക്ക് ഒരു കോൾ ഓപ്ഷന് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തല്ലോ. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നു. 25% പുട്ട് ഓപ്ഷനും 25% കോൾ ഓപ്ഷനും. ദെൻ ഇപ്പം മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മുകളിലോട്ട് പോകും, ചിലപ്പോൾ താഴോട്ട് പോകും. ഈ പറയുന്ന മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കും, താഴോട്ട് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൺസ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാമെന്ന് അസ്യൂം ചെയ്തു, കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പുട്ട് ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ട്രയൽ ചെയ്യണം. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത് 300 രൂപയുടെ ഒരു കോൾ ഓപ്ഷന് പുട്ട് ഓപ്ഷനാണ് ഫോർ എക്സാമ്പിൾ എന്ന് വിചാരിച്ചോ. നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചേക്കുന്നത് എത്രയാണ്? 25%. അതായത് 300 25% 375 രൂപ. ഇപ്പോൾ മാർക്കറ്റ് അപ്പായി പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? 375 ആകുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ലോസ് അടിക്കും കോൾ ഓപ്ഷൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ 375 തന്നെയാണല്ലോ പുട്ട് ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് 375 എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് പുട്ട് ഓപ്ഷൻ്റെ ട്രയൽ 300 നോക്കണം. അതായത് കോസ്റ്റ് ടു കോസ്റ്റ്, അത് മാക്സിമം ലോസ് ഓൾറെഡി ഒരു ലോസ് നമ്മൾ 75 അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെടുത്തണം. അതിൻ്റെ അപ്പുറത്തോട്ട് ലോസ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനി അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരിച്ച് താഴോട്ട് വന്നാൽ കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. മാക്സിമം ലോസ് ഈസ് 25% നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ചാർട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ അടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, കണ്ടീഷനല്ല, ഇതിൻ്റെ ഒരു സിനാരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്ട്രാഡിലാകുമ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ ഉണ്ടാവും. ഒരു 300 ഒരു 200 പോയിന്റിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ നമുക്ക് കിട്ടും. ഈ മാർക്കറ്റ് എയ്തർ ഗോസ് അപ്പ്, ഒരു വർഷം മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷനിൽ നമുക്ക് പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ്, ഏതെങ്കിലും ഒരു സൈഡ് ഹിറ്റായി എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റേ സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കോൾ ഓപ്ഷൻ ഹിറ്റായി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, പുട്ട് ഓപ്ഷൻ ഹിറ്റായി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രയൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ്, ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ, ഏറ്റവും വേസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഈ എൻ ടൈപ്പിലുള്ള അല്ലെങ്കിൽ വി ടൈപ്പിലുള്ള മാർക്കറ്റ് ഉണ്ടാവും. ആദ്യം നേരെ മുകളിലോട്ട് പോകും, പിന്നെ നേരെ താഴോട്ട് പോകും, പിന്നെ നേരെ മുകളിലോട്ട് പോകും. ഇത്തരം സമയത്ത് എന്ത് സംഭവിക്കുക? കോളും പുട്ടും ഹിറ്റാവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 25 50% ലോസ് വരും. അങ്ങനെ ഒരു ലോസ് വരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഭാഗത്ത് ഹിറ്റായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം, അതായത് കോള് ഹിറ്റായി കഴിഞ്ഞാൽ പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് ടു കോസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്യുന്നത്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പം ഇനി ചാർട്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം. അപ്പോൾ കണ്ടീഷൻസ് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. 9:30ക്ക് നമ്മൾ എൻട്രി എടുക്കുന്നു. എന്താ എൻട്രി എങ്ങനെ വരുന്നത്? അടുത്ത മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ സെല് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? 25% ഓരോ ലെഗിലും നമ്മൾ, അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഓരോ 25% നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയൽ ടു കോസ്റ്റ് നമ്മൾ ട്രയൽ ചെയ്യുന്നു. അതുപോലെ തന്നെ 2:30ക്ക് എക്സിറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ.
ഈ 4-5 കണ്ടീഷൻസ് വെരി സിമ്പിളാണ്. വർക്കിംഗ് പേഴ്സൺസിനൊക്കെ വളരെ നല്ലൊരു ഇക്വേഷനും കൂടിയാണ്. ചെറിയൊരു സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചാൽ മതി. പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഓപ്ഷൻ സെല്ലിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ക്യാപിറ്റൽ നമ്മൾ കാണണം. അതാണ് ഇതിനകത്തുള്ള മെയിൻ ഒരു ഡിസ്ക്ലെയിമറായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓപ്ഷൻ ബൈങ് പോലെ കാണരുത്. ഓപ്ഷൻ ബൈങ് ചെറിയ ക്യാപിറ്റൽ മതി, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ഈ മുകളിലത്തെ ലൈന് കണ്ടല്ലോ, മുകളിലത്തെ ലൈന് കോൾ ഓപ്ഷനാണെന്ന് അസ്യൂം ചെയ്യുക, താഴത്തെ ലൈന് പുട്ട് ഓപ്ഷനാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ കോൾ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്ത് ചെയ്യും, 25% വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 25% വെക്കുമ്പോൾ 75 രൂപ ഉണ്ടാവും. 375 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 375 തന്നെ PEയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കുക. മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് വൺസ് ഇത് മുകളിലോട്ട് പോവുകയാണ്, അതായത് കോൾ ഓപ്ഷൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് കോൾ ഓപ്ഷൻ്റെ സ്റ്റോപ്പ് ലോസ് 75 രൂപ ഹിറ്റാവും. 75 രൂപ ഇവിടെ ഹിറ്റാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓൾറെഡി നമുക്ക് ലോസ് വന്നിട്ടുണ്ട് 75 രൂപ. അപ്പോൾ നമ്മൾ നേരെ എവിടെ വരണം, പുട്ട് ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ 375 രൂപ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതെടുത്തിട്ട് 300 രൂപയിലോട്ട് വെക്കണം. അതായത് നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഒരു പക്ഷേ മാർക്കറ്റ് പോയിട്ട് തിരിച്ച്, ഞാൻ ഇതിൻ്റെ വേസ്റ്റ് സിനാരിയോ ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയും കൂടെ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ടില്ലെങ്കിൽ 75 രൂപ. അപ്പോൾ 150 രൂപ സ്റ്റോപ്പ് ലോസ് വരും, നമുക്ക് ലോസ് വരും. അത് സംഭവിക്കാൻ പാടില്ല. മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ് ടു 75 റുപ്പീസ് എന്ന് വെച്ചാൽ ഇവിടെ 25% മാക്സിമം ലോസ് അത്ര വരാൻ പാടുള്ളൂ. വൺസ് ഹിറ്റായി കഴിഞ്ഞാൽ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സിനാരിയോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പുട്ട് ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പുട്ട് ഓപ്ഷൻ ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ പോയിട്ട് കോൾ ഓപ്ഷനിൽ 25% ഉള്ള സ്റ്റോപ്പ് ലോസ് റെഡ്യൂസ് ചെയ്തിട്ട് 0%, അതായത് 300 രൂപ എന്ന് പറഞ്ഞ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞ 300 രൂപയിലോട്ട് ലിമിറ്റ് ചെയ്ത് വെക്കണം. മാക്സിമം ലോസ് ഈസ് ഹിയർ ആൾസോ സബ്ജക്റ്റ് ടു 75. ഇനി ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഏത് തരം മാർക്കറ്റിലാണെന്നറിയോ, ഇത് സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും, അത് ആദ്യം പറയാം. സൈഡ് വൈസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ സൈഡ് വൈസ് മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് മാർക്കറ്റ് എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ ഒരു ബോക്സിനകത്ത്, അതായത് ഈ ഒരു നമ്മൾ പറയുന്ന ഈ ലിമിറ്റഡ് ബോക്സിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അന്ന് വൈകുന്നേരം എക്സിറ്റ് 2:30 നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഡബിൾ ദമാക്കുകയാണ്. എന്ന് വെച്ചാൽ ബോത്ത് സൈഡ്, ഇവിടെയും പ്രോഫിറ്റ്, കോൾ സൈഡിലും പുട്ട് സൈഡിലും പ്രോഫിറ്റ്. മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ദ പോയിന്റിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തീറ്റ ഡി കെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും, നല്ലോണം കിട്ടും. അതായത് അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആവുന്ന ഒരു സിനാരിയോ ആണ് ഈ കാണുന്നത്. മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൻ്റെ ഇടയിൽ, ഈ ATM സ്ട്രൈക്ക് പ്രൈസിൻ്റെ പോയിന്റിൻ്റെ ഇടയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുന്ന സിനാരിയോ ആണ് എന്ത്, ഈ ഒരു സിനാരിയോ. അതായത് മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ഇവിടെ ഹിറ്റാകുന്നു, ഇവിടെ ഹിറ്റാൻ ശേഷം എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, മുകളിലും താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നു. അതായത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇല്ല, നമ്മൾ അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 75 അടിക്കും. അതാണ് ഏറ്റവും വേസ്റ്റ് സിനാരിയോ. അതായത് ഈ മാർക്കറ്റ് ഒരു എൻ ഷേപ്പിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ 2 ഷേപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സാമ്പിൾ ഞാൻ ഇതൊന്ന് എറേസ് ചെയ്യട്ടെ, മാർക്കറ്റ് ഒരു എൻ ഷേപ്പിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2 ഭാഗത്തും കോളിൻ്റെയും പുട്ടിൻ്റെയും സൈഡ് സ്റ്റോപ്പ് ലോസ് അടിക്കും. ആ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ട്രയൽ ചെയ്യും, കോസ്റ്റ് ടു കോസ്റ്റ് ട്രയൽ ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണ്ടീഷൻസ്. അതായത് നമുക്ക് മാർക്കറ്റ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോയിന്റിൽ മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് ഡബിൾ ദമാക്കിയാണ്.
നമുക്ക് തീറ്റ DK ബെനിഫിറ്റ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലോട്ടും എത്തണം. അപ്പോൾ അതിന് നിങ്ങൾ എനിക്ക് തരേണ്ടത് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ. ലൈക്ക് ചെയ്യുമ്പോഴേ കൂടുതൽ ആളുകളിലോട്ട് ഇത് എത്തുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ സൈൻ ഓഫ് ചെയ്യാണ്. വൺസ് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഓൾ.